എന്താ പാത്തു ഈ ഫ്ലൈറ്റ് ആദ്യമായിട്ട് കാണുമ്പോൾ നോക്കുന്നു? എനിക്കാ ചെറുതിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തേനു? പൈലറ്റോ എയർ ഹോസ്റ്റസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അതിൽ ജോബ് നോക്കാൻ. നീയില്ലേ ആദ്യം ഇവിടെ റോഡിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് കാർ ഓടിക്കാൻ തുടങ്ങി, എന്നിട്ട് നമുക്ക് പറക്കാം. അതും ശരിയാ. പക്ഷെ ഇങ്ങനെ എയർക്രാഫ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള എത്ര കുട്ടികളുണ്ടാവും അല്ലേ? നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ആഗ്രഹം പറയുകയാണെങ്കിൽ നല്ലൊരു കോളേജ് ആക്കിയിട്ട് നമുക്ക് സെറ്റാക്കി കൊടുക്കണം. ഇസന്റെ കാര്യം നീ തീരെ ഡൗട്ട് അടിക്കണ്ട. നീ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്തിരുന്നില്ലേ? അതുപോലെ ഇസന്റെ ആഗ്രഹത്തിന് ഞാൻ കറക്റ്റ് കോളേജ് നോക്കി വെച്ചിട്ടുണ്ട്. എഞ്ചിനീയർ ആണെങ്കിൽ ഇന്ന കോളേജ്, ഡോക്ടർ ആണെങ്കിൽ ഇന്ന കോളേജ്, ഏവിയേഷൻ ഫീൽഡ് ആണെങ്കിൽ ഇന്ന ഏവിയേഷൻ അക്കാഡമി കറക്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏവിയേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിലെ കൈറ്റ് ഏവിയേഷൻ അക്കാഡമി നോക്കും. അവിടെ ഇല്ലേ 5000-ൽ പരം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഫാക്കൽറ്റി ആണെങ്കിലോ 20 വർഷത്തിന് മേലെ എക്സ്പീരിയൻസുള്ള ആൾക്കാർ. അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണെങ്കിൽ എല്ലാം വലിയ വലിയ നല്ല നല്ല എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നത്, എല്ലാം കൊണ്ടും ബെസ്റ്റ്. അപ്പോൾ ഒരു ഏവിയേഷൻ ഫീൽഡാണ് ആഗ്രഹം പറഞ്ഞെങ്കിൽ നോ ഡൗട്ട് കൈറ്റ് ഏവിയേഷൻ അക്കാഡമി. അവിടെ ക്യാബിൻ ക്രൂ മാത്രമല്ല, ഗ്രൗണ്ട് സ്റ്റാഫ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, ഇതിൽ ഏത് വേണമെങ്കിലും കുട്ടികൾക്ക് പഠിക്കാം. കൈറ്റ് ഏവിയേഷൻ അക്കാഡമി ഈസ് ദ ബെസ്റ്റ്. അപ്പൊ നിങ്ങളുടെ സ്വപ്നം സ്കൈയിലാണെങ്കിൽ കൈറ്റ് തന്നെയാണ് ബെസ്റ്റ്. യുവർ ഏവിയേഷൻ ജേർണി സ്റ്റാർട്ട്സ് അറ്റ് കൈറ്റ്.